തലശ്ശേരി കരിവള്ളൂരിലെ പോലീസുകാരിയായ ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് പെരളം സ്വദേശി രാജേഷിനെ 3 തവണ ജീവപര്യന്തം തടവിനും 2 ലക്ഷം രൂപ പിഴയടക്കാനും തലശ്ശേരിയിലെ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചു. 3 ജീവപര്യന്തം ശിക്ഷ അപൂർവ വിധിയാണ്. 2024 നവംബർ 21 വൈകിട്ട് 5:30 കൊലപാതകം. ചന്ദേര പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന പലിയേരിക്കൊവ്വൽ സൗഭാഗ്യം വീട്ടിൽ ദിവ്യശ്രീക്ക് കൊല്ലപ്പെടുമ്പോൾ 35 വയസ്സായിരുന്നു. വിവാഹബന്ധത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് പിതാവിനൊപ്പമായിരുന്നു താമസം. സംഭവ ദിവസം ഇവരെ വിവാഹമോചന കേസ് കോടതി പരിഗണിച്ചിരുന്നു. കോടതിയിൽ നിന്ന് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് കൊടുവാളുമായി രാജേഷ് ബൈക്കിലെത്തിയത്. വാൾ കൊണ്ട് ഗ്രിൽസിൽ വെട്ടിയ ശേഷം കുപ്പിയിൽ കരുതിയിരുന്ന പെട്രോൾ വരാന്തയിലേക്ക് ഒഴിച്ചു. വരാന്തയിൽ ഗ്യാസ് സിലിണ്ടർ ഇരിപ്പുണ്ടായിരുന്നു. ഭയന്ന ദിവ്യശ്രീ നിലവിളിയോടെ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചപ്പോൾ പലതവണ വെട്ടേറ്റു. വീടിന്റെ ഗേറ്റിന് സമീപം വീണപ്പോൾ തുരുതുര വെട്ടിക്കൊലപ്പെടുത്തി. തടയാൻ ശ്രമിച്ച ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിനും വെട്ടേറ്റു. സംഭവശേഷം കടന്നുകളഞ്ഞ രാജേഷിനെ പിന്നീട് ബാറിൽ നിന്നാണ് പിടികൂടിയത്. ദിവ്യശ്രീയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അയൽവാസി ശശിമോഹന്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പയ്യന്നൂർ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന KP ശ്രീഹരിയാണ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ K അജിത് കുമാർ ഹാജരായി. കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന്റെ വിധിയാണ് ഇപ്പോൾ തലശ്ശേരി സെഷൻസ് കോടതി ജഡ്ജി ശ്രീ KT നിസാർ അഹമ്മദ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കണ്ണൂരിലെ പയ്യന്നൂരിലുള്ള ഒരു ദിവ്യശ്രീ എന്ന ഒരു കേരള പോലീസിലെ ഉദ്യോഗസ്ഥ, ഒരു ചന്ദേര പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാരിയായിരുന്നു. അവരുടെ വീട്ടിൽ വെച്ച് 21/11/2024 വൈകുന്നേരം 5:30 മണിയോടുകൂടി ദാമ്പത്യ ബന്ധത്തിൽ വേർപിരിഞ്ഞ് താമസിക്കുന്ന ഭർത്താവ് രാജേഷ് എന്നയാൾ കേസിലെ പ്രതി മുൻധാരണയോടുകൂടി പ്രീ പ്ലാൻഡ് ആയിട്ട് ആയുധങ്ങളൊക്കെ മുൻകൂട്ടി വാങ്ങി വീട്ടിൽ അതിക്രമിച്ചു കഴിഞ്ഞു സ്വന്തം അച്ഛൻ്റെ മുമ്പാകെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അന്നേ ദിവസം വൈകുന്നേരം 5:30 മണിയോടുകൂടി രാജേഷ് ഒരു കൊടുവാളുമായി വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയും വീട്ടിൻ്റെ കോലായിൽ വെച്ച് അച്ഛനോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യശ്രീയെ ആദ്യം പെട്രോള് ഒഴിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ദിവ്യശ്രീയെ കോലായിൽ നിന്ന് വലിച്ചിറക്കി മുറ്റത്തേക്ക് ഇട്ടിട്ട് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി. തടയാൻ ചെന്ന അച്ഛൻ വാസു കേസിലെ 2ാം സാക്ഷിയാണ്. അവരെയും അയാൾ മൃഗീയമായി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അങ്ങനെ വെട്ടേറ്റ് പരിക്കേറ്റ് നിലത്ത് വീണ ദിവ്യശ്രീയെ അച്ഛൻ്റെ മുമ്പിൽ വെച്ച് അതിദാരുണമായി മൃഗീയമായി ഒരു മനുഷ്യൻ സാധാരണ ചെയ്യാവുന്ന ഏറ്റവും ഭയാനകമായ രീതിയിൽ തന്നെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു മകനുള്ള ഈ ദിവ്യശ്രീയെ പട്ടാപ്പകലാണ് നാടിന് നടുക്കി കൊലപാതകം അദ്ദേഹം നടത്തിയത്. അവിടെ വെച്ച് തന്നെ നാട്ടുകാരൊക്കെ ഓടിക്കൂടിയപ്പോൾ അവരെ അടക്കം ഭീഷണിപ്പെടുത്ത അയാൾ അവിടെ നിന്ന് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം 3 വാഹനങ്ങളിലായിട്ട് അദ്ദേഹം രക്ഷപ്പെട്ട് പയ്യന്നൂരിൽ നിന്നും നേരെ കണ്ണൂർ പുതിയ തെരുവിലുള്ള ബാറിൽ വെച്ച് മദ്യം കുടിക്കുമ്പോൾ രാത്രി 8:00 പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ സംഭവം നടക്കുന്ന അന്നേ ദിവസം 2:30 മണിയോടുകൂടി അദ്ദേഹം അന്ന് കുടുംബ കോടതിയിൽ ഇവർ തമ്മിലുള്ള തർക്കം തീർക്കുന്നതിന്റെ ഭാഗമായി കുടുംബ കോടതിയിൽ മീഡിയേഷൻ ഉണ്ടായിരുന്നു. ആ മീഡിയേഷനിൽ ഇയാളെ കൂടെ ഒത്തുപോകാൻ കഴിയില്ല, ദാമ്പത്യം പിരിയണമെന്ന് ഇവർ പറഞ്ഞുകൊണ്ടാണ് ഇയാളുടെ ദേഷ്യം. വൈകുന്നേരം 4 മണിയോടുകൂടി പയ്യന്നൂരിലുള്ള ഒരു സ്റ്റോറിൽ വെച്ച് അയാൾ കൊലക്കൊവി വെച്ച കത്തിയാൾ വാങ്ങുകയും അതിനുശേഷം ഒരു പെട്രോൾ പമ്പിൽ വെച്ച് 2 രൂപ പെട്രോൾ സംഘടിപ്പിക്കുകയും അങ്ങനെ ആ പെട്രോളും ഈ ആയുധമായിട്ടാണ് വീട്ടിൽ വന്നത്. ഇതിനൊക്കെ തെളിവുകളാണ്. ഈ കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ നിയമപ്രകാരമുള്ള മുഴുവൻ തെളിവുകളും പോലീസ് വളരെ ഭംഗിയായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, ഞാൻ എൻ്റെ ജീവിതത്തിൽ 32 വർഷത്തെ എൻ്റെ അഭിഭാഷക ജീവിതത്തിൽ ഇതുവരെ കാണാത്ത, അത് കോടതിയും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് കോടതിയിൽ അഭിപ്രായപ്പെട്ടിരുന്നു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ എന്താണോ സംഭവം, നമ്മൾ ഒരു സാക്ഷിയുമില്ല, ഒരു ദൃക്സാക്ഷി ഇല്ല എങ്കിൽ പോലും ശിക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ആ വീട്ടിൽ ഫിറ്റ് ചെയ്തിരുന്ന CCTV ദൃശ്യങ്ങൾ, അതിന് ശബ്ദം അടക്കം, നിലവിളിക്കുന്ന ശബ്ദം അടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടാണ് ഞാൻ കേസ് വിചാരണ ആരംഭിച്ചത്. പരിക്ക് പറ്റിയ വാസുവും അതുപോലെ തന്നെ അയൽവാസികൾ, ദൃക്സാക്ഷി അവരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം കേരള പോലീസ് നടത്തിയത്. അവരുടെ പോലീസ് ടീം പയ്യന്നൂരിലെ CI ശ്രീഹരിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടത്തിയത് വളരെ ഭംഗിയായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ 92 സാക്ഷികളെ പോലീസ് സൈറ്റ് ചെയ്തെങ്കിലും 65ഓളം സാക്ഷികളെ ഞാൻ പ്രോസിക്യൂഷന് വേണ്ടി വിസ്തരിച്ചു. 102ഓളം രേഖകൾ ഹാജരാക്കി, 51ഓളം തൊണ്ടിമുതൽ ഹാജരാക്കി. അയാൾ അവിടെ അവിടെ എത്താൻ വേണ്ടി ഉപയോഗിച്ച വാഹനം അടക്കം കോടതിയിൽ ഹാജരാക്കിയിട്ടാണ് കേസിന്റെ വിചാരണ ആരംഭിച്ചത്. ഇതിലെ പരാതിക്കാരനായ ശശിമോഹൻ തൊട്ട അയൽവാസിയാണ്.
പരിക്കേറ്റ അച്ഛൻ വാസു സാക്ഷിയാണ്, അവരുടെ സഹോദര സാക്ഷിയാണ്. ഇത്തരം ആളുകളെയൊക്കെ വിസ്തരിച്ചിട്ടാണ് കേസിലെ വിചാരണ നടത്തിയത്. ഏതായാലും 2024 നവംബർ മാസം മുതൽ ഇയാൾ കസ്റ്റഡിയിലാണ്. ഏറ്റവും അടുത്ത രീതിയിൽ തന്നെ, അല്ലെ ഏറ്റവും ചെറിയ തീയതിക്കുള്ളിൽ തന്നെ അന്വേഷണം നടത്തി, അതുപോലെ തന്നെ കുറ്റപത്രം സമർപ്പിച്ചു, വിചാരണ നടപ്പാക്കി, വിധി നടപ്പാക്കിയ ഒരു കേസാണ്. ഈ വിധിയിൽ പ്രോസിക്യൂഷന് സന്തോഷമുണ്ട്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഡെത്ത് പണിഷ്മെന്റ് കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി 3 ജീവപര്യന്തം തടവ് കൊടുത്തിട്ട് മതിയായ ഒരു ശിക്ഷ തന്നെ കൊടുത്തു എന്നാണ് പ്രോസിക്യൂഷന്റെ വിലയിരുത്തൽ. അതായത് അച്ഛനെ കൊലപാതകം നടത്തി അച്ഛൻ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച പഴയ 307 ഇപ്പോഴത്തെ 109 BNS വകുപ്പ് പ്രകാരം ജീവപര്യന്തവും 50,000 രൂപ പിഴയടക്കാനും, അതുപോലെ ദിവ്യശ്രീയെ കൊലപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടുള്ള കൊലപാതക കുറ്റത്തിന് കഠിന തടവും 1,00,000 രൂപ പിഴയും, കൊലപാതകം നടത്താൻ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിനുള്ള ശിക്ഷ എന്നതിന് ജീവപര്യന്തവും 25,000 രൂപ പിഴയും, അതുപോലെ ഈ സംഭവം നടത്തിയതിനു ശേഷം തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാൾ ആയുധമടക്കം പുഴയിൽ എറിഞ്ഞു എന്നുള്ള കേസിന് 7 വർഷം തടവും 25,000 രൂപ പിഴയുമാണ്